ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് സുവിശേഷ പ്രഘോഷകനായ കെന്നത്ത് മോളേസ് ജൂനിയർ ബാൾട്ടിമോർ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു ഈ സംഭവം. യാത്രക്കിടെ ഭക്ഷണം കഴിക്കുന്നതിനായി വാഹനം നിർത്തി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഒരു 16 വയസ്സുകാരൻ ഒരു സഹായം ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ സമീപിക്കുന്നത്. എന്നാൽ പെട്ടെന്നായിരുന്നു ആ പയ്യൻ മാസ്ക് കൊണ്ട് മുഖം മറച്ച ശേഷം മോലസിന് നേരെ തോക്കു ചൂണ്ടുന്നത്. എന്നാൽ ഈ സമയം ഒട്ടും ഭയപ്പെടാതെ തനിക്ക് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്നയാളെ അദ്ദേഹം കീഴ്പ്പെടുത്തി. എന്നാൽ അക്രമി അതിവിദഗ്ധമായി വാഹനവുമായി കടന്നു കളഞ്ഞു. ഈ സമയം താനൊരു സുവിശേഷ പ്രഘോഷകനാണെന്നും ഞാൻ നിന്നെ പോകാൻ അനുവദിക്കുകയാണെന്നും മോലസ് അക്രമിയോട് പറഞ്ഞിരുന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അയാൾ വാഹനവുമായി കടന്നു കളഞ്ഞു. അടുത്ത നിമിഷം പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. മോലസ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തോടാണ് മോളേസ് ആദ്യം നന്ദി പറഞ്ഞത്. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ മോഷ്ടിച്ച കാറും അതിലുണ്ടായിരുന്ന 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൽ 2 പേർ 15ഉം 16ഉം വയസ്സ് പ്രായമുള്ളവരും ഒരാൾ 19 വയസ്സ് പ്രായമുള്ള ആളുമാണ്. അതിൽ 19കാരനായ ടിൻഡൽ എന്നയാൾക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലാണ്.